എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുകയാണ്. 4 ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം പറയുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു ബൈനോക്കുലേഴ്സ് ഉണ്ട്, PVC പേപ്പർ കൊണ്ടുണ്ടാക്കിയ സാധാരണ ഒരു ടെലിസ്കോപ്പ് ഉണ്ട്, ലെൻസൊക്കെ വെച്ചിട്ട്. ഒരു പ്രൊഫഷണലി ബിൽറ്റ് റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പും റിഫ്ലക്റ്റീവ് ടെലിസ്കോപ്പും ഉണ്ട്. എന്താണ് വ്യത്യാസം, ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാകും എന്നുള്ളത് പറയാം. ഏറ്റവും പ്രൈസ് കുറഞ്ഞത് നമ്മുടെ PVC കൊണ്ടുള്ള ടെലിസ്കോപ്പാണ്. ഇതുണ്ടാക്കാൻ ഏതാണ്ട് ഒരു 200-250 രൂപയ്ക്കും ഇടയ്ക്കാകും. നമുക്ക് കുറച്ചുകൂടെ വില കൂടിയ രീതിയിലും ഉണ്ടാക്കാം. ഇതിൻ്റെ വട്ടം കൂട്ടുന്ന രീതിയിൽ കുറച്ചുകൂടെ വലിയ ലെൻസും ഒക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് പോരെ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. തീർച്ചയായും നമുക്ക് പല കാര്യങ്ങളും ഇതുകൊണ്ട് കാണാൻ ഒബ്സർവ് ചെയ്യാനും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ ഇത് സഹായകരമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണ ഒരു ലെൻസാണ്. 2 എൻഡിലും കോൺവെക്സ് എന്ന് പറയുന്ന ബൈ കോൺവെക്സ് എന്ന് പറയുന്ന ലെൻസാണ്. ഇവിടെ ഈ ദൂരെയുള്ളതിനെ, അതായത് നമ്മൾ ആ കാണുന്ന വസ്തുവിനെ നോക്കുന്നതിന് ഒബ്ജക്റ്റീവ് എന്ന് പറയും. ഈ ഒരു വസ്തുവിനെ നമ്മൾ ഐ പീസ് എന്ന് പറയും. അപ്പോൾ ഒബ്ജക്റ്റീവും ഐ പീസും ബൈ കോൺവെക്സ് ലെൻസ്, സാധാരണ ബൈ കോൺവെക്സ് ലെൻസ് മാത്രം വെച്ചുണ്ടാക്കുന്ന ഒരു ടെലിസ്കോപ്പാണ്. ടെലിസ്കോപ്പ് നിർമ്മാണം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് എല്ലാവരും കേട്ട് പരിചയമുള്ളൊരു കാര്യമുണ്ടല്ലോ, ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു പ്രിസം എടുത്ത് ഒരു സൂര്യപ്രകാശം അതിൽ പതിച്ചു കഴിഞ്ഞാൽ അത് സപ്തവർണ്ണങ്ങളായി അത് സ്പ്ലിറ്റ് ചെയ്യും. അതേ പ്രോബ്ലം ഇതിനും വരും. ഈ സാധാരണ ഒരു ലെൻസ് ആയതുകൊണ്ട് ലെൻസ് ഒരു പ്രിസം പോലെ ആക്ട് ചെയ്ത് ഈ വരുന്ന ലൈറ്റിനെ പല കളറിൽ സ്പ്ലിറ്റ് ചെയ്യും. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം തോന്നില്ലെന്ന് ആദ്യം നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ രാത്രി ചന്ദ്രനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ റെഡ് കളറും ഒരു സൈഡിൽ ഒരു ബ്ലൂ കളറും കാണാൻ പറ്റും. അത് ആക്ച്വലി സ്പ്ലിറ്റ് ആവുന്നത് കാരണമാണ്. അപ്പോൾ നമുക്ക് അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് കളറില്ലാത്ത വസ്തുവിന് കളർ ഉള്ളതായിട്ട് കണ്ടറിയും. അപ്പോൾ അത് ഈ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിനെ പരിഹരിക്കാനായി ആണ് നമ്മൾ ശരിക്കും റിഫ്ലക്റ്റീവ് ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പിന് ഒരു പരിധി വരെ അതിനെ മാറ്റി നിർത്താനൊരു മെക്കാനിസം ഉണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 എൻഡിലും ഇങ്ങനെ വളഞ്ഞ ഷേപ്പിലുള്ള ബൈ കോൺവെക്സ് ലെൻസിന് പകരം മറ്റൊരു ടൈപ്പ് ലെൻസും കൂടെ അതിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്ത് ചേർത്താൽ ഈ സ്പ്ലിറ്റിങ്ങിനെ നമുക്ക് കുറച്ച് ഒന്ന് കൗണ്ടറാക്ട് ചെയ്ത് നമുക്ക് ഈ പല വർണ്ണങ്ങളായിട്ട് കാണാൻ പറ്റുന്ന ക്രൊമാറ്റിക് അബറേഷൻ എന്നാണ് പറയുന്നത്. സ്പെറിക്കൽ അബറേഷനും ക്രൊമാറ്റിക് അബറേഷനൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ലെൻസിൻ്റെ വില കൂടും, ലെൻസ് എക്സ്പെൻസീവ് ആവും. 200-250 രൂപയ്ക്ക് ടെലിസ്കോപ്പ് ഉണ്ടാക്കി തീർക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത അക്രോമാറ്റിക് എന്ന് പറയുന്നൊരു ലെൻസ് ഉള്ള ടൈപ്പ് ടെലിസ്കോപ്പാണ് ഈ ടെലിസ്കോപ്പ്. ഇത് റിലേറ്റീവ്ലി അതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും. ഒരേ ടൈപ്പ് ടെലിസ്കോപ്പിൻ്റെ കാര്യം ഞാൻ കമ്പയർ ചെയ്യുന്നത്, വലിപ്പ വ്യത്യാസം ഇല്ല. ഏതാണ്ടൊക്കെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ടെലിസ്കോപ്പാണെങ്കിൽ റിഫ്രാക്റ്റീവ് ടെലിസ്കോപ്പ് ആയിരിക്കും നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ്. പക്ഷേ നമുക്ക് അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷനിലേക്ക് കടക്കാം. ഇതിൻ്റെ ഡയമീറ്ററും അതിൻ്റെ ഡയമീറ്ററും വ്യത്യാസമുണ്ട്. ഞാൻ അടുത്തൊരു പാരാമീറ്ററാണ് പറയുന്നത്. ഇതിൻ്റെ ഡയമീറ്ററും അതിൻ്റെ ഡയമീറ്ററും ഡിഫറെൻ്റ് ആയത് കാരണം അതിനകത്തോട്ട് വീഴുന്ന ലൈറ്റിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ടെലിസ്കോപ്പ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ലൈറ്റ് ബക്കറ്റാണ്. ബക്കറ്റിൻ്റെ വലിപ്പം കൂടുന്നതോറും കൂടുതൽ ലൈറ്റ് അതിന് കൊള്ളും. അത് നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ കണ്ണിൽ വെക്കാൻ പറ്റുന്ന ഈ ഒരു ലെൻസിനെ ഐ പീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഐ പീസ് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കൂടുമെന്നുള്ളൊരു കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. 20 mm ഐ പീസ് ഇടുന്നതിനേക്കാൾ മാഗ്നിഫിക്കേഷൻ 4 mm ഐ പീസ് ഇട്ടാൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഒരു ടെലിസ്കോപ്പിന് ഇഫക്റ്റീവായിട്ട് എത്ര മാഗ്നിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് മില്ലിമീറ്റേഴ്സിലാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓപ്പണിങ് അല്ലെങ്കിൽ ലെൻസ് ഇത് 60 mm ആണ്. 60 mm മൾട്ടിപ്ലൈഡ് ബൈ 2, അതായത് 120 ടൈംസേ ഇതിന് ആക്ച്വലി മാഗ്നിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പുറത്ത് 76 mm ആണ്. അപ്പം അതിൽ മാക്സിമം നമുക്ക് മാഗ്നിഫൈ ചെയ്യുന്ന എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാഗ്നിഫിക്കേഷൻ്റെ മാക്സിമം ലിമിറ്റ് അതിൻ്റെ 76 മൾട്ടിപ്ലൈഡ് ബൈ 2 ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ ടെലിസ്കോപ്പിന് എത്രയാണോ അതിൻ്റെ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ആ സെയിം പ്രോബ്ലം ബൈനോക്കുലേഴ്സിനും ഉണ്ട്. പക്ഷേ ബൈനോക്കുലേഴ്സ് ഒരു നല്ല ടൂളാണ് ബിഗിനേഴ്സിന് കൊണ്ടു നടക്കാൻ ഹാൻഡിയാണ്. ഇതിനകത്തൊരു പ്രിസം ഉള്ളൊരു ടൈപ്പ് ബൈനോക്കുലറാണ്. ഇതിനകത്ത് ലൈറ്റ് ഇതുവഴി വന്ന് ഈ പ്രിസത്തിനകത്തൂടെ കയറി ഈ ട്യൂബിലേക്ക് വരും. ടോട്ടൽ ലെങ്ത് നമുക്ക് കുറവാണ്. ഇതിനകത്ത് 2 പ്രാവശ്യം ലൂപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് ഒരു വെൽ ബിൽറ്റ് ടെലിസ്കോപ്പിന് അത്രയും ഇഫക്റ്റീവ് അല്ല. പക്ഷേ എങ്കിലും നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രൈസിൻ്റെ കാര്യം കൂടെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഏതാണ്ട് 1500-2000 രൂപ അടുപ്പിച്ച് വരും. ഇതേപോലത്തെ ടെലിസ്കോപ്പ് ഒരു 4000 രൂപ മുകളിലോട്ട് പല റേറ്റിന് കിട്ടും, ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി, ഏതൊക്കെ ലെൻസ് അതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളത്.
അതിൻ്റെ ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇത് ഞാൻ 200-250 ആവുമെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടിന് ഇടയ്ക്കൊരു സംവിധാനം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെൻസ് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലെൻസ് വാങ്ങിച്ച് നമുക്ക് ഇതേപോലെ PVC പൈപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലെൻസും അതിൻ്റെ അറ്റാച്ച്മെൻറ്റും ഈ ഫോക്കസിങ് മെക്കാനിസമാണ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്കിതിൽ അപ്പ് ആൻഡ് ഡൗൺ ഫോക്കസ് ചെയ്യാൻ പറ്റും ഈ കറക്കുന്നതനുസരിച്ച്. ഇത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ കൈകൊണ്ട് മൂവ് ചെയ്യല്ലേ, അത് മറ്റേ കറക്കി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സംവിധാനം നമുക്ക് അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ രണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞത് 4000 മുകളിലോട്ടാവും. ഓൺ റിഫ്ലക്റ്റീവ് ടെലിസ്കോപ്പ് ഏതാണ്ട് നമുക്കൊരു 7500-നും 10,000 ഇടയ്ക്ക് എൻട്രി ലെവൽ ടെലിസ്കോപ്പ് കിട്ടും. നമുക്ക് മിനിമം വേണ്ട ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ചുകൂടെ വലിയ ടെലിസ്കോപ്സ് ഉണ്ട്, ഡൊബ്സോണിയൻ എന്നൊക്കെ പറഞ്ഞ് ടെലിസ്കോപ്സ് ഉണ്ട്. പിന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഉണ്ട്, ലക്ഷങ്ങൾ വില വരുന്ന ടെലിസ്കോപ്സ് ഉണ്ട്. വളരെ ചെറുതായിരിക്കും, പക്ഷേ വളരെ ഇഫക്റ്റീവായിട്ട് അത് ലൈറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ടൈപ്പ് ടെലിസ്കോപ്സ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ ആകാശത്തേക്ക് നോക്കാൻ വിഷ്വൽ സ്പെക്ട്രത്തിൽ, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു കഥ. ബാക്കിലൊരു ഡിഷ് അവിടെ ഇരിക്കുന്നതാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രത്തിൽ ആകാശത്തിലെ പ്രപഞ്ചത്തെ നോക്കുന്നതല്ല, അത് റേഡിയോ സ്പെക്ട്രത്തിൽ നമ്മൾ പ്രപഞ്ചത്തെ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ടെലിസ്കോപ്പിൻ്റെ ഭാഗമാണ്. നമുക്ക് കൂടുതൽ ആകാശ വിശേഷങ്ങളുമായി ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.